എനിക്കെല്ലാവരോടും പറയാനുള്ളത് മുസ്ലിം ലീഗിനെ കണ്ട് പഠിക്കണം. എന്തുകൊണ്ട് ഞാൻ പറയാൻ കാരണം വെച്ചാൽ വയനാട്ടിൽ ചുഴൽമലയിൽ എത്ര ആൾക്കാർക്ക് വീടുണ്ടാക്കി കൊടുത്ത് ആര് മുസ്ലിം ലീഗ് അല്ലേ? അതേപോലെ കണ്ട് പഠിക്കണം ആര് സുരേഷ് ഗോപി, നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി, മുരളീധരൻ, സുരേന്ദ്രൻ, പിണറായി വിജയൻ, മുഹമ്മദ് റിയാസ് എല്ലാവരും കണ്ടു പഠിക്കേണ്ടതാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളും പരിപാടികളും അവർ കണ്ടു ചെയ്യുന്നില്ലേ. പാവപ്പെട്ട വയനാട്ടിൽ ചുരമലയിൽ വീട് പോയവർക്കും ഒക്കെ വീടുണ്ടാക്കി കൊടുക്കുന്നു. എത്ര വീടുണ്ടാക്കി കൊടുത്തില്ലേ? കണക്കില്ലാതെ കുറേ വീടുണ്ടാക്കി കൊടുത്തു. മാഷാല്ലാ മാഷാല്ലാ, എത്ര മാഷാല്ലാ പറഞ്ഞാൽ മതിയാവില്ല, എത്ര അൽഹംദുലില്ലാ പറഞ്ഞാലും മതിയാവില്ല. എല്ലാവരും ഇത് കണ്ടു പഠിക്കുക. അല്ലാണ്ട് നമ്മൾ മുസ്ലിംസിനെ കൊല്ലണം, ക്രിസ്ത്യൻസിനെ കൊല്ലണം എന്ന് നടന്നിട്ട് കാര്യമില്ല. നമ്മൾ ഒറ്റക്കെട്ട് ഹിന്ദുക്കളായാലും മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും BJP ആയിക്കോട്ടെ, മാർക്സിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, എല്ലാവരും ഒറ്റക്കെട്ടാണ് നിൽക്കുക. എന്തിനാ നമ്മൾ തല്ലൂടാൻ നിൽക്കുന്നത്? നമ്മൾ ഇന്നലെ നാളെ വെച്ച് പോകും. പറയാൻ മനസ്സിലാവണ്ട. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക. എന്തിനാ നരേന്ദ്രമോദിയെ കൈ മുറിച്ചാലും സുരേഷ് ഗോപിയെ കൈ മുറിച്ചാലും പിണറായി വിജയനെ കൈ മുറിച്ചാലും മുസ്ലിം ലീഗിനെ കൈ മുറിച്ചാലും വരുന്നത് ബ്ലഡാണ്. ചുവപ്പ് കളർ അല്ലേ? ചുവന്ന കളർ ബ്ലഡ് കളറാണ്. അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കൈ മുറിച്ചെന്ന് വെച്ചാൽ പച്ച ബ്ലഡല്ല വരാം, അല്ലെ ചുവന്ന റെഡല്ല, ബ്ലാക്ക് റെഡല്ല ബ്ലഡല്ല വരാം. ഇപ്പം നരേന്ദ്രമോദി കൈ മുറിച്ച് ബ്ലാക്ക് അല്ല വരാം, ചുവന്ന ബ്ലഡ് വരാം അല്ലേ? എന്തിനാ നമ്മൾ തല്ലൂടുന്നത്? ഇന്നലെ നാളെ മേടിക്കും നമ്മൾ അതിന് തല്ലൂടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്.